പ്രീത, ഈ കഴിഞ്ഞ ദിവസം അതിഭീകരമായ മിസൈൽ ആക്രമണം നടന്നു എന്നൊക്കെ പറയുന്നു. ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ചു, മിസൈലുകളൊക്കെ പാകിസ്ഥാനിലേക്ക് ഇട്ടു എന്ന് പറയുന്നുണ്ട്. തിരിച്ച് അവരും ഒക്കെ മിസൈൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അതിന് മാത്രം മിസൈലൊക്കെ ഈ പാകിസ്ഥാൻ ഉണ്ടോ? അത് സാധാരണ സംശയം ഉണ്ടായി പോവുകയാണ്. അതായത് പാകിസ്ഥാന്റെ കൈവശമുള്ളതിനേക്കാൾ ദൂരപരിധി കൂടുതലുള്ള മിസൈലുകൾ അത് ഉള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട, അത് ആർക്കും വേണ്ട, അത് നമ്മൾ ആർക്കും ആ സ്ഥാനം വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ എന്ന് പറയുന്നത് അഗ്നി മിസൈലുകളാണ്. അത് ഏതാണ്ട് 5000 കിലോമീറ്ററിലധികം ദൂരപരിധി, അത്രയും ദൂരപരിധി കിട്ടുന്നതാണ്. അപ്പോൾ ഏഷ്യക്ക് പുറമെയുള്ള യൂറോപ്പിലെയും ആഫ്രിക്കയിലെയൊക്കെ ചില ഭാഗങ്ങളിലേക്ക് വരെ ഇത് പായിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ പക്കലുള്ള ഷഹീൻ 3 മിസൈലുകൾക്ക് പരമാവധി ദൂരപരിധി 2750 കിലോമീറ്റർ ആണ്. അപ്പോ ഏതാണ്ട് ഉൾപ്രദേശങ്ങളിലൊക്കെ ചെല്ലാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് പറയുമ്പോൾ, ആ ഒരു ഡിജിറ്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നിയും ഇവരുടെ എന്താണ് ഷഹീൻ 3 മിസൈൽ. അഗ്നി 5 ആണ് 5000 കിലോമീറ്റർ വരെ പോകുന്നത്. ഇവരുടെ ഷഹീൻ 3 2750 ഉള്ളൂ. അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ചേട്ടന്റെ കയ്യിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയുടെ മിസൈൽസും അതിന്റെ ഒരു ദൂരപരിധിയും വായിക്കാം. ചേട്ടൻ പാകിസ്ഥാന്റെ ഒന്ന് പറഞ്ഞു നോക്കാം, അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ കയ്യിലുള്ളത് അഗ്നി 1, അഗ്നി 2, അഗ്നി 3 മിസൈലുകളാണ്. ഇതൊക്കെ ഹ്രസ്വ ദൂര മിസൈലുകളും ആണ്. പക്ഷെ അതിനൊന്നും ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. മിടുമിടുക്കന്മാരാണ്. അപ്പൊ പാകിസ്ഥാനിൽ ആകെ സഞ്ചരിച്ച് പ്രഹരിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. പിന്നെയുള്ളത് പ്രഹാർ, പൃഥ്വി 2, ബ്രഹ്മോസ് മിസൈലുകളാണ്. ഇത് യുദ്ധമുഖത്ത് നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു സെറ്റ് ദൂരപരിധി ഞാൻ പറയാം, എന്നിട്ട് ചേട്ടൻ പാകിസ്ഥാന്റെ ഒന്ന് പറയണം. അപ്പൊ ദൂരപരിധി 150 മുതൽ 1000 കിലോമീറ്റർ വരെയുള്ളതാണ്. പ്രഹാർ എന്ന് പറയുന്ന മിസൈലിന് 150 കിലോമീറ്റർ ആണ്. പൃഥ്വി 2-ന് 250 കിലോമീറ്റർ ഉണ്ട്. ബ്രഹ്മോസിന് 3000 കിലോമീറ്റർ ഉണ്ട്. K-15 700 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അഗ്നി 1-ന് 700 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇനി പാകിസ്ഥാന്റെ എങ്ങനെയാണ്? പാകിസ്ഥാൻ്റെതാണെങ്കിൽ 60 മുതൽ 500 കിലോമീറ്റർ വരെ അവരുടെ ദൂരപരിധിയുള്ളൂ. അവിടെ ഇന്ത്യക്ക് വന്നിരിക്കുന്നത് 150 മുതൽ 1000 വരെയാണ്. ഇത് വെറും 60 മുതൽ 500 വരെ. ഈ നാസറിന് 60 കിലോമീറ്റർ, ഹത്ഫ് 100 കിലോമീറ്റർ, അബ്ദാലി 200 കിലോമീറ്റർ, ഹസ്നാവി 300 കിലോമീറ്റർ, റാഡ് 300 കിലോമീറ്റർ. അവിടെ നിൽക്കട്ടെ, അടുത്തത് ഞാൻ പറയാം, നമ്മുടെ ഇന്ത്യയുടെ പറയാം. 1000 മുതൽ 3000 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണ്. നിർഭയ് 1000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അഗ്നി 2 2000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. അഗ്നി 3 3000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇനി അവിടെ നിന്ന് എങ്ങോട്ടാ പോരട്ടെ? അല്ല, എങ്ങനെ വെച്ചാല് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ എന്ന് വെച്ചാൽ 500 മുതൽ 1000 കിലോമീറ്റർ വരെ, 500 മുതൽ 1000 കിലോമീറ്റർ വരെയുള്ളൂ. അതിൽ ബാബൂർ 700 കിലോമീറ്റർ, ഷാഹിൻ 1 വെറും 700 കിലോമീറ്റർ. പിന്നീട് 1000 മുതൽ 1500 കിലോമീറ്റർ വരെ പോകുന്നത് ഗൗരി 1500 കിലോമീറ്റർ. ഞാനിനി 3000 മുതൽ 4000 കിലോമീറ്റർ വരെയുള്ള നമ്മുടെ കാര്യം പറയാം. അഗ്നി 4 ഉണ്ട് നമുക്ക്, അതിന് 3500 കിലോമീറ്റർ ആണ് ദൂരപരിധി. K-4 ഉണ്ട്, അത് 3500 കിലോമീറ്റർ ആണ്. പിന്നീടുള്ളത് 4000 മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അഗ്നി 5 ആണ്. ഇതിലിപ്പോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1500 കിലോമീറ്റർ മുതൽ 2000 വരെ ഷാഹിൻ 2, അത് 2000 വരെ ഉള്ളൂ. ഇതിൽ നമുക്ക് അവസാനം 4000 മുതൽ 5000 വരെ പോകുന്നതിന്റെ സ്ഥാനത്ത് പാകിസ്ഥാന് വെറും 2200 മുതൽ 2750 കിലോമീറ്റർ വരെ പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള മിസൈലുകളേ ഉള്ളൂ. അത് അബ്ദീൻ 2200 കിലോമീറ്ററും ഷാഹിൻ 3 2750. അപ്പൊ നോക്കുമ്പോ 5000 എവിടെ നിൽക്കുന്നു, 2750 എവിടെ നിൽക്കുന്നു. അപ്പോ മിസൈൽ ശേഷിയിൽ നമ്മളെ വെട്ടിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് ഒരു കാര്യം വ്യക്തമായി കാണും പ്രേക്ഷകർ. അടിക്കലും മാത്രമല്ല, അതുകൊണ്ടല്ലേ അവിടെ ഓരോരുത്തർ ഇപ്പൊ പാർലമെന്റിലൊക്കെ, അവിടുത്തെ പാർലമെന്റിലൊക്കെ ഓരോരുത്തർ കരച്ചിലാണ്, നെഞ്ചത്തടിച്ച് കരച്ചിലാണ്, അയ്യോ ഞങ്ങൾ ചത്തുപോകും എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ തന്നെ പുലർച്ചെ
15 പ്രധാനപ്പെട്ട സുപ്രധാന കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഇതിനെ പ്രതിരോധിച്ചത് നമ്മുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. തീർച്ചയായിട്ടും അതായത് നമ്മുടെ ഈ S-400നെ സുദർശൻ ചക്ര എന്നാണ് തീർച്ചയായിട്ടും സൈനിക കേന്ദ്രങ്ങൾ അങ്ങനെ പേരിട്ടിരിക്കുന്നത്. അപ്പോ അതിനെ ശരിക്കും വിശേഷിപ്പിക്കാവുന്നത് അത് നമ്മുടെ ഭസ്മാസുരൻ ആണ് എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന 15 കേന്ദ്രങ്ങളിലേക്ക് ഇവർ ആക്രമണം നടത്തിയിട്ടും തുടർച്ചയായ ആക്രമണമായിരുന്നു നടത്തിയത്. അപ്പോ അതിൽ ഇതുവരെ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടൊന്നുമില്ല. മാത്രമല്ല ഇതിന്റെ പ്രധാന കാരണം, ഇത് ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ഈ S-400 എന്ന് പറയുന്ന സുദർശൻ ചക്ര എന്ന് പറയുന്ന വജ്രായുധം തന്നെയാണ്. അല്ല, അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിവേഗം സഞ്ചരിക്കുന്ന യുദ്ധവിമാനങ്ങൾ, പിന്നെ ക്രൂസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ വായുവിൽ വെച്ച് തന്നെ തകർക്കാൻ ഈ സുദർശന ചക്രത്തിന് കഴിയും. അതെ, ഇത് വികസിപ്പിച്ചത് 1980-കളിൽ റഷ്യയുടെ ആൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ്. അപ്പോ അത് ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് ഈ പറയുന്ന സുദർശൻ ചക്ര എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഡ്രോണുകൾ, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള വ്യോമ ഭീഷണികൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. 2 ബാറ്ററിയാണ് ഈ സുദർശൻ ചക്രയ്ക്കുള്ളത്. ഓരോ S-400 സ്ക്വാഡ്രണിലും 2 ബാറ്ററികൾ. ഒരു ബാറ്ററിക്ക് 128 മിസൈൽ വരെ തൊടുക്കാൻ കഴിയും. അപ്പോൾ അതിന്റെ ഒരു പ്രഹരശേഷി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം. 128 മിസൈലാണ് ഒരു ബാറ്ററിക്ക് തൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോ മാത്രമല്ല ഓരോ സ്ക്വാഡ്രണിലും 6 ലോഞ്ചറുകൾ, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, നിരീക്ഷണ റഡാർ, എൻഗേജ്മെന്റ് റഡാർ എന്നിവയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 5 എണ്ണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് 2018 കരാറായത്. അതിന് 35,000 കോടി രൂപയുടെ കരാറാണ് റഷ്യയുമായിട്ട് ഒപ്പിട്ടിരുന്നത്. ഇതിൽ 3 എണ്ണമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല 2 എണ്ണം കിട്ടേണ്ടതുണ്ട്. അത് 2026-ൽ ലഭിക്കുകയും ചെയ്യും. 400 കിലോമീറ്റർ വരെയും 30 കിലോമീറ്റർ ഉയരത്തിലും വ്യോമ ഭീഷണികളെ നേരിടാൻ കഴിയുന്നതാണ് ഈ പറയുന്ന S-400 എന്ന് പറയുന്നത്. ഒരേ സമയം 160 ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം 72 ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയും. ഇന്ത്യക്ക് പുറമെ ചൈനയ്ക്കും റഷ്യ ഈ ആയുധം വിറ്റിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഏതാണ്ട് എന്താണ് ആകാശത്ത് സ്വരാജ് പറഞ്ഞതുപോലെ പൂരം വെടിക്കെട്ടൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നിട്ടും ഈ പറയുന്നത് വാചകമടിക്ക് ഒരു കുറവുമില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ത്യ പറഞ്ഞത് തുടക്കം ഇട്ടത് പാകിസ്ഥാനാണ്. അപ്പൊ തീവ്രത ഇനി കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്നതുകൊണ്ട് മാത്രമാണ്. അതായത് സനാതനികളാണല്ലോ എല്ലാവരും. ഭാരതീയൻ എന്ന് പറയുന്നത് സനാതനയാണ്. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ആ ധർമ്മത്തിൽ വളരുന്ന, അതിനെ പിന്തുടരുന്നവരാണ് ഭാരതീയർ. അപ്പൊ അവരുടെ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് പരമാവധി നമ്മൾ അങ്ങോട്ട് പോയി ഒന്നിനെയും ആക്രമിക്കുക എന്നുള്ളത് ഒരു സനാതനിയുടെയും മാർഗമല്ല. പക്ഷെ അടി കൊണ്ടാൽ തിരിച്ചടിക്കണം എന്നുള്ളത് ഓരോ സനാതനിക്കും അറിയാം. ആ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.